മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. എന്നെ അങ്ങ് തീർക്കും എന്നൊക്കെ പറഞ്ഞൊരു കോളാണ് ഞാനിവിടെ കൊടുക്കാം. നിങ്ങൾ അതൊന്ന് കേട്ടു നോക്കൂ. ഹലോ ഹലോ. സെക്സ് മുസ്ലിം അല്ലേ? അല്ല 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 മറ്റേ എന്നിട്ട് ഫാസല ആരായിരുന്നു വിളിക്കുന്നത്? ഇത് മറ്റേ നാസർ എന്ന് പറഞ്ഞ അവന്റെ ആ നമ്പർ ഇതൊക്കെ ഒന്ന് ഡിലീറ്റ് ആയിക്ക്. അവര് മൊത്തത്തിൽ ഒരു പ്രശ്നത്തിൽ കിടക്കുകയാണല്ലോ. നിങ്ങൾ ആ നമ്പറൊക്കെ ഇട്ടു. നാസർ എന്ന് പറഞ്ഞ തിരൂരുള്ള നിങ്ങളെ ഫോണിൽ വിളിച്ചിട്ട് അവന്റെ ഫോട്ടോയും ഫേസ്ബുക്കിൽ ഇതൊരു നമ്പറൊക്കെ വിട്ടില്ലോ. അപ്പൊ അതൊക്കെ ഒന്ന് ഒഴിവാക്ക്, ഡിലീറ്റ് ആക്ക്. അത് തിരൂരുള്ള നിങ്ങളാരാണ്? നമ്മൾ അവന്റെ സുഹൃത്താണേ. പേരെന്തായിരുന്നു? എന്റെ ഒരു അബ്ദുറഹ്മാൻ. എന്നെ കൊല്ലുന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് തീരുമാനാക്കുവോ? എന്നെ കൊല്ലുന്ന അയാള് പറഞ്ഞാൽ എന്തെങ്കിലും തീരുമാനാക്കുവോ? തല്ലുന്നോ? എന്നെ കൊല്ലുന്നു വന്ന അതൊക്കെ ഫോണിക്കാട് വെറുതെ പറയണല്ലോ, അല്ല നടക്കണ കാര്യങ്ങൾ പറയണല്ലോ. അത് വെറുതെ ഫോണിക്കാട് ആ വാശിക്ക് വെച്ച് ഇങ്ങനെ പറയണെന്നും പറഞ്ഞു. അത് മാത്രമല്ല പറഞ്ഞത്. നിങ്ങളൊന്ന് കേട്ടു നോക്കേണ്ടി അയാള് പറയുന്നത്. അതാ കേട്ട് കാര്യങ്ങൾ. അതിപ്പോ നിങ്ങളിപ്പോ ഞാൻ ഫോണിക്കാരെ വിളിക്കുമ്പോ അത് നിങ്ങൾ തന്നെ യൂട്യൂബിൽ ഇടുന്നുണ്ട്. നിങ്ങൾ തന്നെ അത് ചീത്ത പറഞ്ഞാലും നിങ്ങൾക്ക് പൈസ കിട്ടും, നല്ലത് പറഞ്ഞാലും നിങ്ങൾക്ക് പൈസ കിട്ടും. അത് ഇപ്പൊ ഞാനിപ്പോ ചീത്ത പറഞ്ഞാലും നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളൊരു കാര്യം കൂടി മനസ്സിലാക്കണം. അതായത് ഞാൻ ഈ പറയുന്ന ആളാ അങ്ങോട്ട് പോയിട്ട് ഫോൺ വിളിച്ചതോ ഒന്നുമല്ല. അല്ല, നിങ്ങൾ യൂട്യൂബിൽ ഇടുമ്പോ ഞങ്ങളെ മതപരമായിട്ട് ആൾക്കാരെ പറ്റും മോശമായിട്ട് പറയുമ്പോൾ നമുക്ക് പ്രശ്നം വരും. നിങ്ങളെ മതം എന്ന് പറയാ, ഞങ്ങള് മുസ്ലിംസിന്റെ ഞങ്ങളിലേക്കുമ്പോ നിങ്ങൾ ആർ എസ് എസിന്റെ ശാഖയില് നിങ്ങൾ പഠിച്ച് കാശ് പഠിക്കുന്നതല്ലേ? നീയൊക്കെ ആർ എസ് എസിന്റെ കാശ് മേടിച്ചിട്ട് കാര്യം ചെയ്യണല്ലേ? നിങ്ങളും അതേ അതേ ശൈലിയിൽ. അല്ല, അങ്ങനെയല്ല. നിങ്ങൾ ആർ എസ് എസിന്റെ ശാഖയിൽ പോയി കാശ് മേടിച്ച് നിങ്ങൾ അവർക്ക് വേണ്ടി ഊത്തുപാട്ട് പറഞ്ഞ ആൾക്കാരല്ലേ? അതല്ലേ നിങ്ങൾ ഇപ്പൊ എല്ലാ രീതിയിലും പറയണ? ഏത് രീതിയിൽ? മറ്റേ പാലസ്തീനില് ഭരണ കേസാണെങ്കിലും ഹമാസിന്റെ ഇത് മറ്റേതാണ് പറഞ്ഞ കേസ്. ഇതാണ് ആർ എസ് എസിന് വേണ്ടി സംസാരിച്ചാൽ ഞാൻ മുസ്ലിം അല്ലാന്ന് നിങ്ങൾ എങ്ങനെ സംസാരിക്കുക? മുസ്ലിമാണെങ്കിൽ നീ ഇതൊന്നും പറയൂല്ലോ വെറുതെ ഇല്ലാതെ. പിന്നെ ആണ് മുസ്ലിംസ് തന്നെയായിരുന്നു നീ പണ്ട് നീ ഇതിലായിരുന്നു നമ്മുടെ മുസ്ലിമിലെ. ഞാനിത് പറഞ്ഞാലും നിനക്കിപ്പോ ഇത് യൂട്യൂബിലിട്ട് കാശുണ്ടാക്കാം. അത് വേറെ കാര്യം. ഞാൻ ഇപ്പൊ നല്ലത് പറഞ്ഞാലും ചീത്ത പറഞ്ഞാലും നീ യൂട്യൂബിലിട്ട് കാശും. അല്ല, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. എന്നെ കൊല്ലുന്നൊക്കെ പറഞ്ഞത് ഞാനെടുത്ത് യൂട്യൂബിൽ ഇടാം. അത് എന്റെ ഭീഷണി, എന്റെ ജീവിത പ്രശ്നം. ഇപ്പൊ ഞാൻ നിന്നെ കൊല്ലുന്ന് പറഞ്ഞാൽ നീ ഇപ്പൊ യൂട്യൂബിലിടോ? നീ എന്നെ കൊല്ലുന്ന് പറഞ്ഞാൽ ഞാൻ എന്തായാലും ഇടും. എന്താ പ്രശ്നം? എന്നാ നിന്നെ കാലം പറ്റൂല. നീ അങ്ങനെ ഇത് ഇട്ട് കഴിഞ്ഞാല്, ഈ നമ്പർ ഇട്ട് കഴിഞ്ഞാല് അതിപ്പോ നാസർ മാത്രല്ല. നീ ഇപ്പൊ കളിച്ച് നമ്മടത്തും കളിക്കണം. നിന്റെ കാലിന് മുട്ടാനും വെട്ടി കളിയും. നീ ഈ നമ്പർ അങ്ങ് ഇട്ട് നോക്കി ഇട്ട് കഴിഞ്ഞാൽ മുട്ടാനും വെട്ടി കളിയും. നീ എന്റെ കാല് വെട്ടുന്നല്ലേ പറഞ്ഞ്? നീ ആരാ കാല് വെട്ടാന്? നീ മുസ്ലിംസിനെ പറ്റി ഇത് രീതിയിൽ പ്രവർത്തനവും കാര്യങ്ങളൊക്കെ ചെയ്യും. ആമോസിനെ പറ്റി കാര്യങ്ങളെ പറ്റി ഇതുപോലെ. നിങ്ങൾ കേട്ടില്ലേ? ഇതെന്നെ ഒരു മാസം മുമ്പേ, 1-2 മാസങ്ങൾക്ക് മുമ്പേ വിളിച്ചിട്ടുള്ളൊരു ഫോൺ കോൾ ആണ് ഇത്. ഈ കഴിഞ്ഞ ദിവസം എന്നെ ഇൻസ്റ്റഗ്രാമിൽ ഒരു സുഹൃത്ത് എനിക്ക് മെസ്സേജ് അയച്ചു തന്നതാണ്. ഈ ഒരു വോയിസ് കോള് ഇതേ വ്യക്തി അവൻ അയച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്, ഫസൽ കാരാട്ടിന്റെ കാല് വരെ ഞങ്ങൾ ശരിയാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്, നീയൊക്കെ മാന്യമായിട്ട് നടന്നോ എന്ന് പറഞ്ഞുകൊണ്ട്. മറ്റൊരു ഇൻസ്റ്റഗ്രാം പേജില് അവരുടേതായ പോസ്റ്റ് ഒക്കെ ചെയ്തു പോകുമ്പോ അവരോടും അടങ്ങി നിൽക്കാൻ വേണ്ടി പറഞ്ഞിട്ട് ഈ വോയിസ് കോൾ അയച്ചു കൊടുത്തതാ. ഈ വോയിസ് കോള് അവരാണ് എനിക്ക് അയച്ചു തന്നത്. വീണ്ടും ഞാൻ ഇത്തരം കോളുകളൊക്കെ, ഭീഷണികളൊക്കെ നിരന്തരം വരാറുണ്ട്. മിക്കവാറും നമ്മൾ അതെടുത്തൊന്നും ചാനലിൽ കൊടുക്കാറില്ല. ഇങ്ങനെ വെളിവില്ലാത്ത ഒരുപാട് ആളുകൾ, പൊട്ടിത്തെറിക്കാൻ നടക്കുന്ന ആളുകൾ നമ്മുടെ കേരളത്തിലുണ്ട്. നമ്മൾ അതിന്റെയൊക്കെ പിന്നാലെ നടന്നാൽ നമുക്കൊരിക്കലും നിരന്തരം നടക്കുന്ന വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കാൻ പോലും സമയം ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ ഇത്തരം ആളുകളെ മാറ്റി നിർത്താറുണ്ട്. എന്നിട്ടും ഈ ഒരു വോയിസ് മറ്റൊരാൾക്ക് അയച്ചു കൊടുത്ത് അവരെയും ഭീഷണിപ്പെടുത്തുന്ന തരത്തിലേക്ക് എത്തിയത് കൊണ്ടാണ് ഈ ഒരു വോയിസ് കോൾ ഞാൻ മുന്നോട്ട് വെക്കുന്നത്. ഇത് കേട്ടിട്ട് ഞാൻ വീണ്ടും ഈ ഒരു ദിവസം ഈ പറഞ്ഞ വ്യക്തിയെ വിളിച്ചിട്ടുണ്ട്. ആ സമയത്ത് ആ വ്യക്തി പറയുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. ഹലോ, നിങ്ങളല്ലായിരുന്നു എന്റെ വോയിസ് റെക്കോർഡൊക്കെ നിങ്ങൾ ആർക്കോ അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇന്നലെ എന്നെ ഒരാൾ വിളിച്ചിരുന്നു. നിങ്ങൾ എന്നോട് സംസാരിച്ചേ? അതെ, നിങ്ങൾ ഒരാളോട് വിളിച്ചില്ലായിരുന്നോ? നിങ്ങൾ ഒരാൾക്ക് അയച്ചു കൊടുത്തില്ലായിരുന്നു ഇന്നലെ, തിരുവനന്തപുരത്തുള്ള ഒരാൾക്ക്? ഇല്ല. എന്നെ കാല് വെട്ടെന്ന് പറഞ്ഞ വോയിസ് അവൻ അയച്ചു കൊടുത്തിട്ടുണ്ടല്ലോ നിങ്ങള്? കാല് വെട്ടെന്ന് പറഞ്ഞാൽ? നിങ്ങൾ തിരുവനന്തപുരത്തുള്ള ഒരാൾക്ക് എന്നെ നിങ്ങൾ വിളിച്ച് സംസാരിച്ച് വോയിസ് റെക്കോർഡ് അയച്ചു കൊടുത്തിട്ട് നിങ്ങൾ അവനെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടല്ലോ.
ആരാ സംസാരിക്കണത്? എന്റെ പേര് ഫസൽ കാരാട്ട് എന്നാണ് പേര്. ആ വസൽക്കാരന്റെ കാല് വെട്ടുന്ന് പറഞ്ഞിട്ട് അയച്ചു കൊടുത്തോ? നിങ്ങൾ തിരുവനന്തപുരത്തുള്ള ഒരാൾക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടല്ലോ എന്നോട് സംസാരിച്ച വോയിസ്. എന്നിട്ട് അവനെയും അപ്പൊ കൊല്ലുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. നിങ്ങളത് മാറ്റാത്ത സത്താറിന്റെ ഇത് എന്ത് നിങ്ങളെ പേരെന്താ? ഹുസൈൻ എന്നല്ലേ നിങ്ങളെ പേര്? അതെ. നിങ്ങൾ എന്റെ കാല് വെട്ടുന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ എല്ലാവർക്കും അയച്ചു കൊടുക്കുന്നത് എന്തിനാ? അപ്പൊ സത്താറിന്റെ ഇത് മാറ്റാത്തോണ്ടാണ് പറഞ്ഞത്. നിങ്ങൾ കാല് വെട്ടു അങ്ങനെയാണെങ്കിൽ സത്താറിന്റെ കാര്യങ്ങൾ നിങ്ങൾ ക്ലിയർ ആക്കി ചെയ്തില്ലെങ്കിൽ അതൊക്കെ ചെയ്യൂലേ? കാല് വെട്ടുന്നു. സത്താറിന്റെ നിങ്ങൾ അതൊക്കെ നമ്പറും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ വിട്ടു കളയണം, ഒഴിവാക്കണം. നിങ്ങൾ എന്നെ വിളിച്ച പീറ കോളൊന്നും ഞാൻ എടുത്ത് എവിടെയും കൊടുത്തില്ല. എന്നിട്ട് നിങ്ങളിപ്പോ മറ്റുള്ള നിങ്ങളിപ്പോ കൊടുക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ഇത് ചെയ്യാൻ പാടില്ലോ. നിങ്ങൾ എന്റെ കൂട്ടുകാരന്റെ ഇത് ഞാൻ പറഞ്ഞില്ല അത് ചെയ്യാൻ മാറ്റണമെന്ന്. നിങ്ങൾ ഇതുവരെ മാറ്റിയിട്ടില്ലല്ലോ. എന്നെ കൊല്ലുന്ന് പറഞ്ഞൊരു സംഭവം ഞാൻ പറഞ്ഞില്ല. അതൊന്നും ആ കാര്യങ്ങൾക്ക് വന്നില്ല. നിങ്ങളത് മാറ്റി. ഇന്നലെയൊക്കെ ചെയ്ത് നിങ്ങൾ നാട് നീളെ ഇപ്പൊ പറഞ്ഞു നടക്കുന്ന എന്താണ്? ഇപ്പൊ അവരെ വിളിച്ചിട്ട് പറഞ്ഞത് എന്റെയും കാല് വെട്ടുന്ന ഞാൻ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ചെയ്യുന്നു നിർത്തിക്കോളൂ, അല്ലെ നിങ്ങളെ ഇതുപോലെ ചെയ്യുന്നതാണ് നിങ്ങൾ പറയുന്നത്. നിങ്ങളുടെ ഉദ്ദേശം എന്താ? അതാ പറഞ്ഞ അത് മാറ്റണം. അത് മാറ്റിയില്ലെങ്കിൽ അതിനുള്ള പണി കിട്ടൂലേ? അതല്ല നമ്മൾ ശ്രദ്ധിക്കണ്ടേ? പണി ചെയ്യുന്ന പറയുന്നത് നീ പറഞ്ഞ അവന്റെ നമ്പർ ഒഴിവാക്കണം. അല്ലെ പിന്നെ ഈ നമ്പറിൽ നിന്ന് കൊടുക്കാൻ നിനക്കും കിട്ടും പണി. നീ എന്ത് പണി തരുന്നാ പറയുന്നത്? അതിപ്പോ നീ കോഴിക്കോട് എവിടെയെന്ന് വെച്ചാൽ നമുക്ക് അറിയേണ്ട കേസാണ്. നീ ഇപ്പൊ ഈ നമ്പർ യൂട്യൂബിൽ ഇടാൻ നിൽക്കണ്ട. ഇട്ടാ നിന്റെ കാല് വെട്ടും ഞാൻ. അത് നോക്കിയിട്ട് കാര്യമില്ല. എന്നാ പിന്നെ നീ നിന്നെ കൊണ്ടാകും പോലെ നീ നിങ്ങൾ കേട്ടില്ലേ? അതുകൊണ്ട് അതായത് ഈ നമ്പർ വെച്ചാൽ എന്നെ അങ്ങ് ശരിയാക്കുന്ന ഞാൻ ഈ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഈ ഭീഷണികൾക്ക് ഇവരൊക്കെ എവിടെയാ ജീവിക്കുന്നത്? ഇവരൊക്കെ എന്താ ഉദ്ദേശിക്കുന്നത്? ഇത്തരം ഭീഷണികളൊന്നും നമ്മൾ മൈൻഡ് വെക്കാതെ അങ്ങ് ഒഴിവാക്കാറുള്ളത്. എന്നാൽ ഇതിപ്പോ ഈ നമ്പർ കൊടുത്താൽ വീണ്ടും വീണ്ടും വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുക. കൊടുത്താൽ അങ്ങ് തീർക്കും, അങ്ങനെ ആക്കും, ഇങ്ങനെ ആക്കുന്നു. അങ്ങനെയാണെങ്കിൽ അവർക്ക് ചെയ്യാൻ സാധിക്കുന്നതൊക്കെ അവർ ചെയ്യട്ടെ. അതാണ് ഈ നമ്പർ കൊടുത്തത്. എന്നെ തീർക്കും എന്നൊക്കെ ഒരു ഫോൺ കോൾ വിളിക്കുമ്പോ ആ നമ്പർ ഞാൻ വീഡിയോയിൽ കൊടുക്കൂ, ആര് വിളിക്കുകയാണെങ്കിലും കൊടുക്കൂ. കാരണം എന്റെ ജീവനുമായി ബന്ധപ്പെട്ട വിഷയമല്ലേ ഞാൻ കൊടുക്കണ്ടേ? ഇപ്പൊ ഇതേ പറയുന്നു, കാല് വെട്ടുമെന്ന് പറയുകയും ചെയ്യുന്നു. ഇത് കൊടുത്താൽ അങ്ങനെ ആക്കും, ഇങ്ങനെ എന്നാ പിന്നെ ഇവരെ കൊണ്ടൊക്കെ ആവുന്നത് പോലെ ഇവരങ്ങ് ചെയ്തു പോട്ടെ. ഇത് ജനാധിപത്യ ഒരു രാജ്യമല്ലേ? ഇതെന്താ മതരാജ്യോ? ഇതെന്താ സിറിയേ? ഇതെന്താ പാകിസ്ഥാനോ? ഇത് എന്താണ് ഇവരൊക്കെ ഉദ്ദേശിക്കുന്നത്? ഞാനിവിടെ നമ്മുടെ ചാനലിലൂടെ നിരന്തരം ചെയ്യാറുള്ളത് ജിഹാദിസത്തെ എതിർക്കാറുണ്ട്, ഭീകരവാദത്തെ എതിർക്കാറുണ്ട്, തീവ്രവാദത്തെ എതിർക്കാറുണ്ട്. നമ്മൾ ഓരോ തരത്തിലുള്ള ഒരു മത ഡിസ്കഷനും ഇവിടെ നടത്താറില്ല. നമ്മൾ രാജ്യത്തിന് അനുകൂലമായിട്ട്, നമ്മുടെ മണ്ണിന് അനുകൂലമായിട്ട്, നമ്മുടെ രാജ്യത്തെ ഭരണാധികാരികളുമായി ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യത്തെ അവർ വളർത്തുന്നതിനെ കുറിച്ച് അല്ല. ഒരു മുസ്ലിം ആണെങ്കിൽ BJP-യെ കുറിച്ച്, RSS-നെ കുറിച്ച്, അവർ ചെയ്യുന്ന നന്മയെ കുറിച്ച് ഒരക്ഷരവും മിണ്ടരുത് എന്ന് കൃത്യമായൊരു തിട്ടൂരുണ്ട്. അതാണ് ഇവർ വളരെ വ്യക്തമായിട്ട് എനിക്കെതിരെയൊക്കെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം എന്താ? ഇത് മറ്റുള്ള മുസ്ലിം മതത്തിലുള്ള മറ്റാളുകളും എന്നെ പോലെയൊക്കെ തന്നെ വിളിച്ചു പറയൽ തുടങ്ങിയാൽ ഇവരുടെ അജണ്ടയൊക്കെ അങ്ങ് പൊളിഞ്ഞു പോകും. അതുകൊണ്ട് എന്നെയൊക്കെ ഏത് രീതിയിലും തകർക്കാൻ വേണ്ടിയിട്ട്, എന്നെയൊക്കെ അങ്ങ് ഇല്ലാതാക്കാൻ വരെ ഇത്തരം ആളുകൾ രംഗത്തുണ്ട്. ഇത്തരം ആളുകളോടൊക്കെ പറയാനുള്ളത്, ഈ രാജ്യത്തിന്റെ ഭരണഘടനയിൽ വിശ്വസിച്ച്, ഈ രാജ്യത്തിന്റെ നിയമത്തിൽ വിശ്വസിച്ച്, ഈ രാജ്യത്തിന്റെ ഭരണാധികാരികളെ വിശ്വസിച്ച് തന്നെയാ ഇത്തരത്തിലൊക്കെ സംസാരിച്ച് മുന്നോട്ട് പോകുന്നത്. ഇത്തരം തിട്ടൂരങ്ങള്, ഇത്തരം ഭീഷണികളൊക്കെ പെടുത്തുന്ന ആളുകളോട് പറയാനുള്ളത്, നിങ്ങൾ വെറുതെ എന്റെ ഫോണിലേക്കൊന്ന് വിളിച്ച് ഈ ഞഞ്ഞാ പിഞ്ഞാ ഡയലോഗ് ഒന്നും അടിക്കാൻ നിൽക്കണ്ട. അതൊക്കെ ഏതാണെങ്കിലും റെക്കോർഡ് ചെയ്ത് ആ നമ്പർ ഉൾപ്പെടെ ഈ വീഡിയോയിൽ മുന്നോട്ട് വെക്കുക തന്നെ ചെയ്യും. അതിലൊന്നും ഒരു തർക്കം വേണ്ട. നമ്മുടെ ചാനലില് നമ്മൾ ഇതുവരെയായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലില് 4000-ലധികം വീഡിയോകൾ ഈ കഴിഞ്ഞ വർഷങ്ങൾ കൊണ്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മൾ 4000-ലധികം വീഡിയോ ഈ മണ്ണിന് വേണ്ടി ചെയ്തു കഴിഞ്ഞു. അത് ഞാനൊക്കെ എന്റെ ജീവിതം കൊണ്ട് അത് വലിയ അഭിമാനത്തിൽ കാണുക. അപ്പോയാ ഇവരുടെയൊക്കെ ഞഞ്ഞാ വിഞ്ഞ ഭീഷണിയായിട്ട് ഈ രംഗത്ത് വരല്, അതൊക്കെ അങ്ങ് കയ്യിൽ വെച്ചാൽ മതിയെന്ന് മുന്നോട്ട് വെക്കാനുള്ളൂ.